നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതിദാരുണം എന്നേ പറയാൻ കഴിയുകയുള്ളൂ. കേരളം എന്ന ഈ നാട്ടിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഒരു ബഹുമാനത്തോടു കൂടിയുള്ള അന്ത്യയാത്ര പോലും കിട്ടാൻ ആ പാവം മൃതദേഹങ്ങൾക്ക് ഒരു വഴിയുമില്ലാത്ത അവസ്ഥ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ട ആരുടെ മൃതദേഹമാണ് എന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ പട്ടി ഭക്ഷിക്കുന്ന തെരുവുനായ കടിച്ചു പറിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ മൃതദേഹം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിൽ സ്ഫോടനത്തിന് പ്രദേശത്ത് നിന്നും വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് ശരീരഭാഗം ലഭിച്ചത്. 2 ശരീരഭാഗങ്ങളാണ് ലഭിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. തെരുവുനായ ഭക്ഷിക്കാനായി കൊണ്ടുപോയ എല്ലിന്റെ ഭാഗം ഉൾപ്പെടെയാണ് ലഭിച്ചത്. മാംസത്തോടു കൂടിയ ശരീരഭാഗവും ലഭിച്ചിട്ടുണ്ട്. തെരുവുനായ എല്ലിന്റെ ഭാഗം ഭക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നാട്ടുകാർ ഈ ശരീരഭാഗങ്ങൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നലെയും നിരവധി ശരീരഭാഗങ്ങൾ മുണ്ടത്തിക്കോട്ടെ ദുരിത സ്ഥലത്തു നിന്നും കണ്ടെത്തിയിരുന്നു. ഇന്നും സ്ഥലത്ത് തിരച്ചിൽ നടത്തുകയാണ്. തെരുവുനായ ആ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ദയനീയ അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാനും കഴിയുന്നില്ല. ഈ മരണപ്പെട്ട ആരും തന്നെ അനാഥരല്ല. അവർക്ക് അമ്മയുണ്ടാകാം, അച്ഛനുണ്ടാകാം, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, അങ്ങനെ എല്ലാവരും ഉണ്ടാകാം. നാളെ ഒരു സമയത്ത് DNA ഫലം പുറത്തു വരുമ്പോൾ ഈ പറയുന്ന തെരുവുനായ ഭക്ഷിച്ച എല്ലിന്റെ ഉടമസ്ഥൻ അത് അറിയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു തരത്തിലും സഹജീവി ബഹുമാനമില്ലാതെ ഇങ്ങനെയാണ് സംവിധാനം തുടരുന്നതെങ്കിൽ ഇത് എവിടെ ചെന്നായിരിക്കും അവസാനിക്കുക? കേൾക്കുമ്പോൾ തന്നെ ദയനീയ അവസ്ഥ നമുക്ക് വിവരിക്കാവുന്നതിലും അപ്പുറമാണ് എന്ന് വ്യക്തമാവുകയാണ്. പലതരത്തിലുള്ള തെരച്ചിൽ നടത്തിയിട്ടും ഇനിയും അവിടെ ശരീരഭാഗങ്ങൾ ഉണ്ടെന്നിരിക്കെ ഒരു തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ, തെരുവുനായ ഇതിനകത്ത് കടക്കാതിരിക്കാൻ ഒരു തരത്തിലുമുള്ള ക്രമീകരണങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവിടെ ഇപ്പോൾ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല പരുന്തിന്റെ ശല്യവും അവിടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ അഴുകിയ ശരീര അവശിഷ്ടങ്ങളൊക്കെ തന്നെ കഴിക്കാൻ, കൊത്തിപ്പെറുക്കാനൊക്കെയാണ് പരുന്തുകൾ അവിടെ വട്ടമിട്ട് പറക്കുന്നത്. കെടാവർ നായ്ക്കളെ ഉൾപ്പെടെ എത്തിച്ചായിരിക്കും തെരച്ചിൽ നടന്നതെങ്കിലും പൂർണ്ണമായും തെരച്ചിൽ വിജയകരമാണ് എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ തല ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. തിരുവമ്പാടി ദേവസ്വം കമ്മിറ്റി അംഗമായ ഗിരീഷിന്റേതാണ് ശരീരാവശിഷ്ടങ്ങളെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. തൃശൂർ കോട്ടപ്പുറം സ്വദേശിയാണ് ഗിരീഷ്. 3 കെടാവർ നായകളും എക്സ്പ്ലോസീവ് വിഭാഗത്തിന്റെ 2 നായകളും നടത്തിയ പരിശോധനയിൽ 200 മീറ്റർ അകലെ നിന്ന് ചെവി ഒഴികെയുള്ള തലയുടെ ഭാഗങ്ങളാണ് കണ്ടെത്തിയത്. 10 മൊബൈൽ ഫോണുകളും മേഖലയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഏപ്രിൽ 21-ന് 3 മണിയോടുകൂടിയാണ് തൃശൂർ പൂരത്തിന്റെ ഭാഗമായി സാമ്പിൾ വെടിക്കെട്ടിനും പ്രധാന വെടിക്കെട്ടിനും വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്ന മുണ്ടത്തിക്കോട്ടെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം ഉണ്ടായത്. 2 വെടിക്കെട്ടിന് വേണ്ടി കരുതി വെച്ചിരുന്ന കരിമരുന്ന് വെടിക്കെട്ട് പുരയിൽ ഉണ്ടായിരുന്നു. അപകടത്തിൽ അന്ന് തന്നെ 13 പേർ കൊല്ലപ്പെട്ടു. വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന പ്രവീൺ കൂടി മരിച്ചതോടെ മരണസംഖ്യ 14 ഉയർന്നു. അപകടത്തിൽ പരിക്കേറ്റ ലൈസൻസി സതീഷിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത് 4 പേരാണ്. സതീഷ്, വിഷ്ണു, ഉണ്ണികൃഷ്ണൻ, രാകേഷ് എന്നിവരാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. വിഷ്ണുവിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉള്ളതായും വിവരമുണ്ട്. 6 പേരുടെ നില തൃപ്തികരമാണ്. ഇവരെ വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് അയക്കാൻ സാധിക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുര സ്ഫോടനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് മന്ത്രിസഭായോഗം ചേർന്നത്. സ്ഫോടനം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് അന്വേഷണത്തിന്റെ ചുമതല. സ്ഫോടനത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും ഉൾപ്പെടെ 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം അനുവദിക്കും. പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുകയും അതിനു പുറമെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും അടിയന്തര ധനസഹായമായി അനുവദിക്കും. പരിക്കേറ്റവർക്ക് 6 മാസത്തേക്കുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. ഇതിനാവശ്യമായ തുക ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാവുന്നതാണ്. ഇതിനു പുറമെ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദനീയമായ തുക ചികിത്സാ ധനസഹായമായി നൽകും.
6 മാസത്തിലധികമായി ചികിത്സ വേണ്ടി വന്നാൽ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ ചെലവ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും സുഗമമാകുന്നതിനു വേണ്ടി പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ മതില് പൊളിക്കുകയും വയല് നികത്തുകയും ചെയ്തിട്ടുണ്ട്. അവ പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിന് ചെലവാകുന്ന യഥാർത്ഥ തുക ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ദുരന്ത പ്രതികരണം നിധിയിൽ നിന്നും അനുവദിക്കും. ദുരന്തവുമായി ബന്ധപ്പെട്ട് മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതിനും DNA മാച്ചിങ്ങിനായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുമായി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറപ്പെടുവിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നൽകി. അടിയന്തര പ്രതികരണത്തിനായി 50 ലക്ഷം രൂപ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ഇന്നലെ അനുവദിച്ച നടപടി സാധൂകരിച്ചു. ദുരന്ത പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചെലവുകൾ ഈ തുകയിൽ നിന്നും ചെലവഴിക്കാൻ ജില്ലാ കളക്ടർക്ക് അനുമതി നൽകി. സ്ഫോടനം കാരണം സമീപ വീടുകൾക്കുണ്ടായ നാശനഷ്ടത്തിന്റെ തോത് കണക്കാക്കി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിച്ച് SDRF-ൽ നിന്നും തുക ലഭ്യമാക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. മുണ്ടത്തിക്കോട് കുണ്ടംകുളം പാടത്തെ വെടിക്കെട്ട് പുരയിൽ തീ പടർന്ന കരിമരുന്നു പുരയിൽ നിന്ന് അപകടത്തിൽ രക്ഷപ്പെട്ടവരുടെ നിഗമനം ഇവിടെ നിന്ന് ഏതാനും അടി മാത്രം അകലത്തിൽ ഗുണ്ടുകളിൽ മരുന്ന് നിറച്ചിരുന്നവരുടെ അടുത്തേക്ക് തീ പടരുകയും ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. 10-ലേറെ പേർ ആദ്യ സ്ഫോടനം ഉണ്ടായ സ്ഥലത്തുണ്ടായിരുന്നതായാണ് നിഗമനം. ഇവിടെ ഉണ്ടായിരുന്നവരുടെ ശരീരഭാഗമാണ് ചിതറിയിട്ടുണ്ടാവുക എന്നാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുന്നത്. കുണ്ടംകുളം പള്ളിപ്പെരുന്നാളിന് ചൊവ്വാഴ്ച രാത്രി പൊട്ടിക്കാനുള്ള ഗുണ്ടുകളുടെയും ഡൈനുകളുടെയും നിർമ്മാണമാണ് വെടിക്കെട്ട് പുരയിൽ അതിവേഗം പുരോഗമിച്ചിരുന്നത്. മരുന്ന് നിറച്ച് തിരിയിട്ടതും നിറയ്ക്കാൻ തയ്യാറെടുക്കുന്നതുമായ ആ ഒരു ഘട്ടത്തിലേക്ക് ആദ്യം തീ പടർന്നതാണ് ദുരിതത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്ന് രക്ഷപ്പെട്ട തൊഴിലാളികൾ പറയുന്നു. കമ്പിത്തിരി കത്തുന്ന രീതിയിലുള്ള ശബ്ദമാണ് മരുന്നുപുരയിൽ നിന്ന് ആദ്യമുണ്ടായത്. ഇതിന് സമീപത്ത് ചെറിയ ഗുണ്ടുകൾ നിറയ്ക്കുന്നവരുണ്ടായിരുന്നു. തീപ്പൊരിയുടെ ശബ്ദം കേട്ട് ഓടിക്കോ എന്ന് പറയുമ്പോഴേക്കും വലിയ ഗുണ്ടുകൾ നിറച്ചിരുന്നവരുടെ അടുത്തേക്ക് തീ എത്തുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തതായി രക്ഷപ്പെട്ടവർ പറയുന്നു. ചെറിയ ഗുണ്ടുകൾ നിറച്ചിരുന്നവർക്ക് ശബ്ദം കേട്ട് ഓടിമാറി. ലൈസൻസിയായ സതീഷ് ഉൾപ്പെടെ 8 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സതീഷിനും രാകേഷിനും എഴുന്നേൽക്കാൻ കഴിയാത്തതിനാൽ തന്നെ ശക്തമായി പൊള്ളലേൽക്കാൻ ഇടയായിട്ടുണ്ടാവും എന്ന് അവർ പറയുന്നു. ഓടി രക്ഷപ്പെടുന്നവരുടെ തലയ്ക്ക് മുകളിലും ചുറ്റും ഡൈനുകളും ഗുണ്ടുകളും പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടുന്നതിനിടയിൽ കോര വന്നിടിച്ച് വീണുപോയവരുമുണ്ട്. ഓലപ്പടക്കം ഉണ്ടാകുകയും തിരി ഉണ്ടാക്കുകയും മരുന്നിടിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് രക്ഷപ്പെടാൻ ഏതാനും നിമിഷങ്ങൾ ലഭിച്ചിരുന്നു. പാടത്തേക്ക് ഓടിയിറങ്ങിയാണ് ഇതിൽ പലരും രക്ഷപ്പെട്ടത്. തൃശൂരിൽ വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മളേവരെയും വേദനിപ്പിക്കുന്നതാണ്. ഉത്സവ സ്ഥലങ്ങളിൽ പ്രത്യേക നിയന്ത്രണത്തോടുകൂടി പൊട്ടിക്കുന്ന സാമഗ്രികൾ ഒട്ടും നിയന്ത്രണമില്ലാതെ പൊട്ടിയതോടുകൂടി മരുന്നുപുരയ്ക്കും അടുത്തുള്ള ഷെഡുകളിലും സൂക്ഷിച്ചിരുന്ന വെടിക്കെട്ട് സാമഗ്രികളിലേക്കുമെല്ലാം അതിവേഗം തീ പടർന്നു. ശക്തമായ വെളിച്ചത്തിൽ പലരുടെയും കാഴ്ച മങ്ങി, കേൾവിയെയും ബാധിച്ചു. കണ്ടെത്തിയത് പൊട്ടാത്ത 500 കിലോ വെടിക്കോപ്പുകളാണ്. സ്ഫോടനത്തിൽ നിന്ന് കണ്ടെത്തിയത് 500 കിലോഗ്രാമിലേറെ പൊട്ടാത്ത വെടിക്കോപ്പുകൾ. അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കുന്ന മുറിയിൽ 15 ചാക്കുകളിലായി പൂട്ടിവെച്ചിരുന്ന 362 കിലോഗ്രാം കരിമരുന്നും 50.9 കിലോഗ്രാം അലൂമിനിയം പൗഡറും 1 കിലോ കരിമരുന്ന് ഗുളികയും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ 100 കിലോഗ്രാമോളം വരുന്ന 96 ചെറിയ അമിട്ടും 5 ഇടത്തരം ഗുണ്ടും 6 കളർ അമിട്ടും 3 LED-യും പൊട്ടാത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാം ഒരു പരിധിവരെ നിർവീര്യമാക്കി. വടക്കാഞ്ചേരിയിൽ പോലീസിന്റെ സുരക്ഷയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. കോടതിയുടെ അനുമതി നേടി പൂർണ്ണമായി നിർവീര്യമാക്കും. വെടിക്കോപ്പും നിർമ്മാണ വിദഗ്ധന് വിജേഷ് പോലീസുകാർക്ക് സഹായിയായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. 1.5 മണിക്കൂറിലേറെ നീളമുള്ള കുടമാറ്റം 15 മിനിറ്റായി ഒതുക്കുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പാറമേക്കാവ് ചമയ പ്രദർശനം വെള്ളിയാഴ്ച ഉദ്ഘാടന പരിപാടികളില്ലാതെ നടക്കും. തിരുവമ്പാടി ചമയ പ്രദർശനം ശനിയാഴ്ചത്തേക്ക് മാറ്റി. വെടിക്കെട്ടിന് പകരം ആചാരത്തിന്റെ ഭാഗമായി കതിന ഉപയോഗിക്കും. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത്.